പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പ്രാർത്ഥന എങ്ങനെ ചെയ്യണം. ലൂക്കോസ് 11-ാം അധ്യായം 9-10 വാക്യം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്ര കർത്താവേ, സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വാക്യം നിൻ്റേതാണപ്പാ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പാ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. മനുഷ്യ ശബ്ദമല്ലപ്പാ, നിന്റെ ശബ്ദം കേൾപ്പാൻ നീ ഇടയാക്കണമേ. കർത്താവെ, വാക്യം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ രക്ഷിക്കപ്പെടുവാനും വിടുതൽ പ്രാപിപ്പാനും നീ സഹായിക്കണമേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് യാചിക്കുന്നതാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം സ്വർഗത്തിൻ്റെ വാതിൽ തട്ടുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം. എങ്കിലും നമ്മുടെ വായ് കൊണ്ട് അത് പറയണം. എക്സാമ്പിള്, ആ കുരുടൻ വഴിയരികിൽ ഇരുന്ന് യാചിച്ചുകൊണ്ടിരുന്ന ആ കുരുടന് യേശുക്രിസ്തു വരുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് കാറി വിളിക്കാൻ തുടങ്ങി. യേശുവേ, ദാവീദ് കുമാരനെ, എന്നോട് കരുണ തോന്നണമേ എന്നും പറഞ്ഞ് അവൻ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. അവിടെ ഇരുന്നവരെല്ലാം അവനോട് പറഞ്ഞു, അടങ്ങിയിരിക്കടാന്ന്. എന്നിട്ടും അവൻ ജോറെ വിളിച്ചു കൂവി. ഉടനെ ദൈവം അവിടെ നിന്നു, യേശുക്രിസ്തു അവിടെ നിന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു. നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞോണ്ടേ അവൻ തപ്പിത്തടഞ്ഞു ഓടിച്ചെന്നു. നിനക്ക് എന്ത് വേണം? കർത്താവിനെ അറിയത്തില്ലായിരുന്നോ? അവന് കണ്ണ് കാണത്തില്ലായിരുന്നു, ദൈവത്തിന് അറിയാം. എന്നാലും നിനക്ക് എന്ത് വേണം? എനിക്ക് നിന്നെ കാണണം, എനിക്ക് കണ്ണ് വേണം. അവൻ്റെ വാ കൊണ്ട് പറഞ്ഞ ഉടനെ അവൻ്റെ കണ്ണിന് കാഴ്ച വന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ യാചിക്കണം. ദൈവം സ്വന്തം വായി കൊണ്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ യാചിക്കണമെന്നും മുട്ടണമെന്നും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രേ, PRAY, പ്രേ. P മീൻസ് പ്രൈസ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ 6 റിപ്പൻറ്റ്, പാപങ്ങളെക്കുറിച്ച് ഏറ്റു പറയണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ A മീൻസ് ആസ്ക്, ചോദിക്കുക. നമ്മൾ നമ്മുടെ ആവശ്യ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുക. അതുപോലെ തന്നെ Y മീൻസ് ഈൽഡ്, YELD, ഈൽഡ് മീൻസ് നമ്മുടെ ശരീരാത്മ പ്രാണം ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നിധിയിലെ പ്രൈസ് ചെയ്യുന്നവരും ആരാധിക്കുന്നവരും ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് യാചിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് മറ്റുള്ളവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും കുശുമ്പോ കുന്നായ്മയോ വാശിയോ വൈരാഗ്യമോ എന്തുണ്ടെങ്കിലും അവരോട് ക്ഷമാപണം ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ ദൈവം നമ്മുടെ
പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ ക്ഷമിച്ചിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കാൻ. എങ്കിൽ മാത്രമേ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ 15-ാമത്തെ വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പിഴകളെയും ദൈവം ക്ഷമിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ പിഴകളെയും കുറവുകളെയും നമ്മൾ അവരോട് ക്ഷമിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥനക്ക് എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യാക്കോബ് 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുന്നത് ഇരുമനസ്സുള്ള മനുഷ്യർ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അയ്യോ എനിക്കത് കിട്ടുമോ കിട്ടത്തില്ലയോ അങ്ങനെ നമ്മൾ സംശയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. എനിക്ക് ദൈവം തന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എനിക്കത് കിട്ടിയിരിക്കുന്നു, എനിക്കത് തന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് സംശയിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കത്തില്ലെന്നാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞ് വിശ്വസിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കിട്ടും. അമ്മച്ചിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ മലയാണ്. ആ മലയോട് ഈ ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഈ മലയോട് കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകുന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ അമ്മച്ചി ദിവസവും ഈ മല ഇവിടുന്ന് മാറ്റിത്തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി നോക്കും, ആ മല അവിടെ തന്നെ. ഉടനെ അമ്മച്ചി പറഞ്ഞു, എനിക്കറിയാം ആ പാസ്റ്റർ വെറുതെ പറഞ്ഞതാണ്. അമ്മച്ചിക്ക് വിശ്വാസമില്ല, സംശയിച്ചോണ്ട്. എന്നാലും അമ്മച്ചി പ്രാർത്ഥന വിട്ടില്ല കേട്ടോ. ദിവസവും അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഗവൺമെൻറ് ഓർഡർ ഇട്ടു, ആ മല അവിടുന്ന് മാറ്റി അവിടെ ഭയങ്കര റിസോർട്ട് പണിയുന്നതിന് വേണ്ടി ഓർഡർ ഇട്ടു. ഒരു ദിവസം അമ്മച്ചി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മലയെല്ലാം JCB കൊണ്ടുവന്ന് ഇടിച്ചു പൊളിച്ച് നിരത്തുകയാണ്. നമ്മുടെ ദൈവം ആരാണ്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അപ്പോൾ അമ്മച്ചിക്ക് വിശ്വാസമായി. അതുപോലല്ല, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ലൂക്കോസ് 18-ാം അധ്യായം 1-ാമത്തെ വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അതിന് ഉദാഹരണം ബൈബിൾ പറയുന്നു. ഒരു ന്യായാധിപതിയും ഒരു വിധവയും. ആ ന്യായാധിപതി ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപതിയാണ്. ഈ വിധവ അവരുടെ അടുത്ത് ചെന്നിട്ട് തന്നോട് നിലവിളിക്കുന്ന, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ലൂക്കോസ് 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. ഉത്തരം കിട്ടുന്നത് വരെയും പ്രാർത്ഥിക്കണം. ന്യായാധിപതിയുടെ അടുത്ത് ആ വിധവ ചെന്ന് എൻ്റെ ന്യായം തീർത്തതാന്ന് പറയുന്നു. ഈ ന്യായാധിപതി ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത വ്യക്തിയാണ്. അവന് ഇവിടെ പോയാലും അവൻ്റെ ഊട്ട റൂമിൻ്റെ വാതിലിൽ ചെന്ന് അവൾ വാതിലെ മുട്ടും. അതുപോലെ കിടക്ക റൂമിൽ ചെന്നാലും അവൾ ആ വാതിലിൽ ചെല്ലും. ആഹാരം കഴിക്കുന്ന ഇടത്തിൽ പോയാലും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായാലും അവൾ അവിടെ ചെല്ലും. അവന് സമാധാനം കൊടുക്കാതെ അവൾ കൂടെ അവൻ്റെ വീട്ടിൽ ചെല്ലുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നതുകൊണ്ട്
അവൻ ഒരു ദിവസം വിചാരിച്ചു ഇവിടെ ന്യായം തീർത്തു കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഇവളെൻ്റെ മുഖത്തടിക്കും. അങ്ങനെ അവൻ അവിടെ ന്യായം തീർത്തു കൊടുത്തു. പ്രിയ മക്കളെ, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താ കർത്താവ് പറയുന്നത്? ഒരു സ്നേഹിതൻ അവന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവന്റെ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല. അവന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ വാതിലിൽ ചെന്ന് മുട്ടിയ ഉടനെ അവൻ പറയുന്നു, ഇല്ല, ഞാൻ കഥകളെല്ലാം അടച്ചു, മക്കളും എൻ്റെ കൂടെ കിടക്കുകയാണ്, എനിക്ക് എഴുന്നേറ്റ് വന്ന് കഥവ് തുറന്നു തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഉടനെ അവൻ പിന്നെയും കതകെ മുട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റ് കഥവ് തുറന്ന് അവന് വേണ്ടുന്നിടത്തോളം കൊടുത്തു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തെ സന്നിധിയിൽ നമ്മളെപ്പോഴും പിന്നെയും തട്ടി അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുത്തു. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് ഉദാഹരണമാണ്. നമ്മൾ ഒരു കാരണവശാലും മടുത്തു പോകരുത്. നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് വരെയും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. യാക്കോബ് 4-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരം ആയിരിക്കണം. നമ്മൾ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ആയിരിക്കുമോ എന്നുള്ളത് ആലോചിച്ച് വേണം പ്രാർത്ഥിക്കാൻ. ദൈവം എനിക്ക് തരും എന്നുള്ള ഈ വാക്യത്തിൽ പറയുന്നത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഹിതമായിരിക്കുമോ എന്നുള്ളത് ആലോചിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അതുപോലെ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. യാക്കോബ് 5-ാം അധ്യായം 16-ന്റെ ലാസ്റ്റ് വാക്യം, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ അടച്ച് പ്രാർത്ഥിക്കണം. അതായത് പലവിധ ചിന്തകൾ വിട്ട് അതും ഇതും ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. ആ ക്രൂശിനടിയിലേക്ക് വന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. ഏലിയാവ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കണം. പലവിധ ചിന്തയോടെ നമ്മൾ പ്രാർത്ഥിക്കരുത്. അതുപോലെ ദൈവഹിതപ്രകാരം ജീവിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. നമ്മൾ മനസ്സ് വന്നതുപോലെ ജീവിച്ചിട്ട് മണിക്കൂർ നേരം പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം കേൾക്കുന്നില്ല, വിളി കേൾക്കത്തില്ല. നമ്മൾ വിളിച്ചാൽ ദൈവം വിളി കേൾക്കത്തില്ല, ഉത്തരം തരത്തില്ല. എന്നാൽ നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ചിട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ഉത്തരം തരികയും ചെയ്യും. നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ തോന്നിവാസം ജീവിച്ചിട്ട് നമ്മൾ മണിക്കൂർ കണക്കിനിരുന്ന് പ്രാർത്ഥിച്ചാൽ, നീ കുടിച്ചേച്ച് വന്നിരുന്ന് മണിക്കൂർ കണക്കിന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഈ വീടിന് മേളിലോട്ട് പോലും പോകത്തില്ല. നമ്മുടെ പ്രാർത്ഥന സാത്താൻ അടിച്ച് താഴെയിട്ടു. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എഫേസ്യർ 5-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. റോമർ 8-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം,
നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളിൽ വന്നിട്ട് ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യും. ഹൃദയങ്ങളെയും കൃതാന്തരങ്ങളെയും അറിയുന്ന ദൈവം മാത്രം നമുക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. മത്തായി 18:19 ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. പലവിധ ചിന്തകളാലും പലവിധ ആലോചനകളാലും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയോളം നല്ലത് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ മക്കളെ, ഇരമ്യാവ് 33:3 നമ്മുടെ ഫോൺ നമ്പറാണത്. നമ്മൾ ദൈവത്തോട് ഫോൺ ചെയ്യുന്ന ഫോൺ നമ്പറാണ്. എന്നെ 333 ഫോൺ നമ്പർ, ദൈവത്തിൻ്റെ ഫോൺ നമ്പർ 333. അതായത് ഇരമ്യാവ് 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അതുപോലെ തന്നെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ലൂക്കോസ് 11:9-10 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തോട് യാചിക്കണം. ദൈവമേ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് യാചിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? ഒരു മനസ്സോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. ദൈവഹിതപ്രകാരമാണോ നമ്മൾ ജീവിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. പലവിധ ചിന്തകളാൽ നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ്റെ മേലെ, അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണ്. അവനെയും കൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ ഇവിടെ വന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ അവൻ എന്നോട് പറയാണ്, ഞങ്ങൾ 6 പേരുണ്ട്, ഇവൻ്റെ പേത്ത് 6 പേരുണ്ടെന്ന്. അയ്യോ, ഞാൻ ആ പാടെ വിഷമിച്ചു പോയി. ആ ചെറുക്കൻ വാക്കൊന്നും കേൾക്കുന്നില്ല. അവൻ ഒരുമാതിരി, അവൻ്റെ കളികളൊക്കെ കണ്ടാൽ അവൻ പൾട്ടി അടിക്കുക, സഭയെ പൾട്ടി അടിക്കുക. അവനോട് ചോദിച്ചപ്പോൾ അവൻ 6 പേരുടെ പേര് പറയുന്നു. ഞാൻ 3 ദിവസത്തിനിടെ ഇവനെയും കൊണ്ട് പോകുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകും. ഞാൻ അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം ഈ പള്ളിക്കകത്ത്, 3-4 ദിവസം ഈ പള്ളിക്കകത്ത് താമസിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഇവനെയും കൊണ്ട് പോകണ്ട, എങ്ങും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനെന്നെ കൈ കാണിക്കും. 3 ദിവസമേ ഉള്ളത്. സാത്താനെ,
നീ 3 ദിവസത്തേക്ക് ഇവനെ കൊണ്ടുപോകുമോ? ഇവൻ ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. മിണ്ടാത്തല്ല. യേശു ക്രിസ്തുവിൻ്റെ അടുത്താണ് അവൻ വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഞാൻ വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്ത് ഇവൻ വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നീ 6 പേരും കൈ കോർത്ത് പിടിച്ച് വിട്ടുപോകാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞു. ഇല്ല, ഇവനെ കൊണ്ടേ പോകത്തുള്ളത്. നീ എൻ്റെ മുഖത്തോട്ട്, എൻ്റെ കണ്ണിലോട്ട് നോക്കാൻ പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞു. മുഖത്ത് നോക്കത്തില്ല, കുനിഞ്ഞിരിക്കുക. ധൈര്യം കൊണ്ട് നീ കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ യേശുവിനെ നോക്കിയിട്ട് കൈ കോർത്ത് പിടിച്ച് 6 പേരും ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോക്കണം. നിങ്ങൾ പോയെന്നുള്ളത് എനിക്കറിയണം. നിങ്ങൾ 6 പേരും കൂടെ പോയിട്ട് അവിടെ ഇവൻ അപ്പോഴത്തേക്ക് അടിച്ച് തല്ലി താഴെ വീണു. വീണയുണ്ടെ ഞാൻ പറഞ്ഞു, ഉരുണ്ട വാതുക്ക പോയി നിന്ന് മുട്ടയിൽ നിന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഞങ്ങൾ 6 പേരും ഇറങ്ങിപ്പൊക്കോളാമേന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഇവിടെ ഉരുണ്ട് അങ്ങ് വാതിൽ വരെ പോയി. എനിക്ക് പേടിയാണ്. വാതിൽ കഴിഞ്ഞാൽ ഉടനെ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഉടനെ റോഡിലെങ്ങാനും പോകുമോ എന്ന് ഞാൻ പെട്ടെന്ന് ഒരാളോട് പറഞ്ഞു. അവിടെ പോയി വെളിയിലെ ഗേറ്റിൻ്റെ അവിടെ പോയി ഇന്ന് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞു. ഗേറ്റ് അടച്ചു. ഇവന് ഉരുണ്ട് അവൻ വാതിലിൽ പോയി നിന്നു. മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. കൈ കോർത്ത് പിടിക്കാൻ പറഞ്ഞു. കൈ കോർത്ത് പിടിച്ചു. യേശുവേ ഞാനിവനെ വിട്ടുപൊക്കോളാവെന്ന് പറയാൻ പറഞ്ഞു. അതുപോലെ ഏതായാലും ആ വാതിലിൽ പോയി നിന്ന് മുട്ടുകുത്തി വിളിച്ചു കൂവാൻ പറഞ്ഞു. അയ്യോ, ഭയങ്കര സൗണ്ടിൽ അവൻ വിളിച്ചു കൂവി. ഞങ്ങൾ ഇവനെ വിട്ടുപൊക്കോളാമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിട്ടു. ആ സാത്താനുകൾ 6 പേരും അവനെ വിട്ടുപോയി. അവൻ നല്ലൊരു കുഞ്ഞായിട്ട് അവൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ കേൾക്കുന്നൊരു, അത് 6 പേര് സാത്താനുള്ളപ്പോൾ സകലവും പറഞ്ഞാൽ കേൾക്കുകയല്ല. അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് നല്ല അനുസരണമുള്ള കുഞ്ഞായി ഒരു ദൈവമകനായിട്ട് അവൻ വന്ന് ഞങ്ങളുടെ അടുത്തിരുന്ന് കരഞ്ഞവൻ പ്രാർത്ഥിച്ചു. ഞാൻ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി മരിക്കുമെന്ന് ഉള്ള തീരുമാനമെടുത്ത് അവൻ കരഞ്ഞുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്തു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ജീവിക്കുന്ന ദൈവമാണ്, സത്യ ദൈവമാണ്. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. ആ കുഞ്ഞ് വർഷം പരീക്ഷ എഴുതിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു, സ്കൂളിൽ പോയി പറ, അവൻ നല്ല പയ്യനാണ്, നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞല്ലേ, അവൻ നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞായതുകൊണ്ട് അവന് പ്രമോഷൻ കൊടുക്കാൻ പറയാൻ ടീച്ചർമാരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കെന്ത് കഷ്ടമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിൽ താണിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വരുന്നപ്പാ, നിൻ്റെ സന്നിധിയിൽ വരുന്നവരെ നീ തള്ളിക്കളയുന്ന ദൈവം അല്ലപ്പ, ഉപേക്ഷിക്കുന്ന ദൈവം അല്ലപ്പ. ദൈവമേ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ അപ്പ. ഒരു മനസ്സോടുകൂടെ നിൻ്റെ സന്നിധിയിൽ വരുന്നപ്പ കർത്താവേ, യാചിക്കുന്ന ഏവർക്കും ലഭിക്കുമെന്നും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്നും പറഞ്ഞിരിക്കുന്നല്ലപ്പ. ഞങ്ങൾ മുട്ടുന്നപ്പ, നീ തുറക്കണമേ അപ്പ. ഞങ്ങൾ യാചിക്കുന്നപ്പ, നീ തരണമേ അപ്പ. കർത്താവേ, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, എത്രയോ രോഗങ്ങളാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരെ നീ തൊടണമേ അപ്പ. അവരുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് നീ പ്രവർത്തിക്കണമേ അപ്പ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. നാനാവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ഇപ്പോൾ തന്നെ നീ തൊടണമേ അപ്പ. കർത്താവേ, നീ തൊടണമേ അപ്പ. കാൻസർ രോഗത്താൽ, പരാലിസിസ് രോഗത്താൽ, കർത്താവെ ഏതെല്ലാം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നപ്പ അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. കർത്താവേ, അപ്പച്ച നിനക്ക് സ്തോത്രം. കർത്താവേ, സ്തോത്രം. അപ്പച്ച ഏതെല്ലാം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നപ്പ
നീ അവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമേ അപ്പാ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. സുവിശേഷം 5 വൻകരയിൽ എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ കർത്താവേ. അപ്പാ, കൈവിടല്ലപ്പാ, ഒരിക്കലും നശിച്ചപ്പാ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ കർത്താവേ. നീ പ്രവർത്തിക്കണമേ അപ്പാ, പ്രവർത്തിക്കണമേ അപ്പാ, കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പാ, പ്രാർത്ഥന കേൾക്കണമേ അപ്പാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ അപ്പാ. നീ കൈവിടല്ലപ്പാ, ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. ഷുഗറിൻ്റെ രോഗത്താൽ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. അപ്പച്ച, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ് കർത്താവേ. കൂടോത്രങ്ങളാലും നേർച്ച കാഴ്ചകളാലും എത്ര കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നപ്പാ, എത്രയോ മക്കളുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നപ്പാ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. അപ്പച്ചാ, നിനക്ക് സ്തോത്ര കർത്താവേ. പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റാതെ വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.